നവംബർ 14 അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. അപ്പോൾ കുറേ ആയി പരീക്ഷകൾ എഴുതുന്നവർക്ക് ഇതൊക്കെ ഒരു പക്ഷേ പരിചിതമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതാൻ പോകുന്നവരും അല്ലെങ്കിൽ കുറച്ച് ബ്രേക്ക് ഇട്ട് എക്സാം എഴുതുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. സോ ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ ചെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ കുറെ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം, ചിലപ്പോൾ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം നമ്മുടെ മുന്നിൽ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ കൂളായിട്ട് വേണം ആ ഒരു എക്സാം ഹാളിൽ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ടൈമിൽ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ടെൻഷൻസ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പം ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം ചെയ്തു പോവുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു പരിധിയിലധികം സമയം സ്പെൻഡ് ചെയ്ത് പല ചോദ്യങ്ങളും കാണാതെ വരുന്ന ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക പലപ്പോഴും കുട്ടികൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇരിക്കുക, പ്രത്യേകിച്ച് ന്യൂമറിക്കൽ പ്രോബ്ലം ആണെങ്കിൽ ആൻസർ കിട്ടുന്നവരായിരിക്കും, പക്ഷെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും അവർ കാണാതെ പോകും, അറിയാവുന്ന ചില ചോദ്യങ്ങൾ പോലും മിസ്സാക്കി പോകും. അപ്പൊ ആ ഒരു കാര്യം ഒഴിവാക്കാം. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അനാവശ്യമായി കറക്കി കുത്തി കിട്ടിയ മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മളിപ്പം ചിലപ്പോൾ എക്സാം വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും. അപ്പൊ നമ്മളൊരു 40 ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ചെയ്യുക, അയ്യോ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എനിക്ക് ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ ഒരു 10-20 നമ്മൾ കറക്കി കുത്തി ഒരു 70-80 ആക്കിയത് കൊണ്ട് കാര്യമില്ല. നമുക്ക് കിട്ടുന്ന മാർക്കും കൂടെ കുറയും. ഇപ്പോൾ വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചിലപ്പോൾ കട്ട് ഓഫ് കുറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം കൃത്യമായിട്ട് എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴാണ് ഇങ്ങനെ ഗസ് ചെയ്ത് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതെങ്കിലും 2 ഓപ്ഷൻസ് തമ്മിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് ശരിയാണ് നമുക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചാൻസ് എടുക്കാം. അവിടെ നമുക്ക് ഒരു 50% സാധ്യതയെങ്കിലും ഉണ്ട്. പക്ഷെ ഒരു ചോദ്യം നമ്മൾ വായിച്ചിട്ട് അതിനെ പറ്റി ഒന്നും നമുക്കറിയില്ല, അതിൽ ഏത് ആൻസർ വരുന്ന അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ അവിടെ നമ്മൾ കറക്കി കുത്തി നമ്മൾ മാർക്ക് കളഞ്ഞിട്ട് കാര്യമില്ല. നെഗറ്റീവ് മാർക്സ് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ചോദ്യങ്ങളും കണ്ടു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അനാവശ്യമായിട്ട് നെഗറ്റീവ് മാർക്ക് വരാതിരിക്കുക. ഒരു ചോദ്യത്തിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാം വളരെ ടഫാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ നിങ്ങൾ എന്താ പറയുക, ആ ഒരു സമയത്ത് നമ്മൾ കാണിക്കാതെ നമ്മൾ കൂളായിട്ട് എക്സാം ഹാളിൽ നമ്മൾ എഴുതി വരിക. കാരണം പിന്നെ നമ്മൾ ആ സമയത്ത് ഇരുന്ന് ടെൻഷൻ അടിച്ച് അറിയാവുന്ന പോലും ആൻസർ നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്